അപ്പോൾ മ്യൂസിക് ലവേഴ്സിന് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ രാത്രി കാലങ്ങളിൽ മ്യൂസിക് ഒക്കെ കേട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു രാത്രി കാലങ്ങളിൽ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രിക്ക് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഐഫോണിലുള്ള ഒരു ചെറിയൊരു സെറ്റിംഗ് മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ആ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രിക്ക് വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഐഫോണിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മ്യൂസിക് കേൾക്കുന്ന എക്സ്പീരിയൻസ് കുറച്ചും കൂടെ നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സസിബിലിറ്റി കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ആക്സസിബിലിറ്റി സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓൺ ആക്കാനുള്ള ഒരു ടോഗിൾ ലഭിക്കുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ ആവശ്യമുള്ള സൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ കണ്ടും സൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ചധികം സൗണ്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബാലൻസ്ഡ് നോയ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് ബ്രൈറ്റ് നോയ്സ് ഉണ്ട്, ഡാർക്ക് നോയ്സ് ഉണ്ട്, ഓഷ്യൻ ഉണ്ട്, റെയിൻ ഉണ്ട്, സ്ട്രീം ഉണ്ട്. അപ്പോൾ ഞാനകത്ത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് റെയിൻ എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. കാരണം നമ്മളിപ്പം പ്രവാസികളപ്പോൾ നമുക്ക് ഇവിടെ മഴയൊക്കെ വളരെ ചുരുക്കമായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് റെയിൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ടോഗിൾ ചെയ്തിട്ട് ഒരു നല്ലൊരു മെലഡി മ്യൂസിക് വിട്ടിട്ട് രാത്രി ഒന്ന് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഈ ഒരു ട്രിക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏത് പാട്ടാണ് കേൾക്കുന്നതെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് ആ തരത്തിലുള്ള പാട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോർമലി കേൾക്കാറുള്ള കുറച്ച് പഴയ മ്യൂസിക് ആയിരിക്കും. കാരണം നമുക്ക് ഈ ഒരു മഴയുടെ സൗണ്ട് കേട്ടിട്ട് ഒരു കുറച്ച് പഴയകാല മ്യൂസിക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഉറക്കം നമുക്ക് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ട്രിക്ക് ഞാൻ ഈയിടയ്ക്കാണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ലൊരു എഫക്റ്റ് തന്നെ എനിക്കുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ആ പഴയ കാല ഓർമ്മകളൊക്കെ നമുക്ക് ഈ ഒരു മ്യൂസിക്കൊക്കെ ഇടുമ്പോൾ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സിനകത്ത് റെയിനിൻ്റെ മ്യൂസിക് പ്രത്യേകിച്ച് അത് ഇടുമ്പോൾ നമുക്ക് പഴയകാല ഓർമ്മകളൊക്കെ വരാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി സൗണ്ട്സ് കൂടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൗണ്ട് സെലക്ട് ചെയ്ത് നിങ്ങളുടെ തൊട്ട് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സൗണ്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കേൾക്കാനാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു സൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രീതിയിൽ അതൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സൗണ്ടിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിതിനകത്ത് മെയിനായിട്ട് ഇനേബിൾ ചെയ്യേണ്ട ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ നോക്കിയാൽ കാണാം യൂസ് വെൻ മീഡിയ ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നിങ്ങൾ ഇനേബിൾ ചെയ്യുക. അത് ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഈ ഒരു മ്യൂസിക്കും കൂടെ പ്ലേ ആവത്തുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ രണ്ട് മ്യൂസിക് കൊണ്ട് ഒരേ സമയം നമുക്ക് പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ലൊരു എഫക്റ്റ് നമുക്ക് ലഭിക്കുക. ഇവിടെ കാണാൻ പറ്റും വോളിയം വിത്ത് മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെയും കിട്ടുന്നുണ്ട്. അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രണ്ട് മ്യൂസിക്കും കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു വോളിയത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു 40 ആ റേഞ്ച് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയാൽ കാണാൻ പറ്റും സ്റ്റോപ്പ് സൗണ്ട്സ് വെൻ ലോക്ക്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു മ്യൂസിക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോഗിളിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഓക്കെ ആണെന്ന് നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ക്ലോക്കിൽ പോവുക. ജസ്റ്റ് ക്ലോക്ക് സെലക്ട് ചെയ്യുക. ക്ലോക്ക് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടൈമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ടൈമർ സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ നോക്കിക്കഴിഞ്ഞാൽ വെൻ ടൈമർ എൻഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നേരെ താഴെ വന്നാൽ സ്റ്റോപ്പ് പ്ലേയിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്ര നേരത്തിലാണ് നിങ്ങൾ നോർമലി ഉറങ്ങുന്നതെന്ന് ആ ഒരു ടൈം നിങ്ങൾക്കൊരു ഇത് കാണും. അപ്പോൾ ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു ടൈമർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നോർമലായിട്ട് ഒരാൾക്ക് ഉറങ്ങാനായിട്ട് ഒരു മണിക്കൂറിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഈ തരത്തിൽ മ്യൂസിക് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉറങ്ങാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മണിക്കൂർ ടൈം വയ്ക്കുക. നമുക്ക് എന്തായാലും നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഈ ഒരു മണിക്കൂർ ടൈമിൽ എന്തായാലും നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഒരു മണിക്കൂർ ജസ്റ്റ് ടൈം വയ്ക്കുക. എന്നിട്ട് ഇത് ടൈമർ സെറ്റ് ചെയ്ത് തൊട്ട് താഴെ ഉണ്ട് സ്റ്റോപ്പ് പ്ലേയിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ഒരു മ്യൂസിക് ഓഫ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോ പറയാനുള്ളത്. ജസ്റ്റ് ഈ ഒരു ട്രിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വർക്ക് ആവുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ആയിട്ട് നിങ്ങളുടെ ഏത് പാട്ടാണ് കേട്ടതെന്നുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ ഒരു പാട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ വരെ പടം ലൈക്ക് അപ്പോൾ കൂടുതൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ യു.